Welcome to Renisha CS Edu World. നമ്മുടെ വീഡിയോയ്ക്കകത്ത് പഠിക്കാൻ പോകുന്നത് സിൻടാക്സ് ഡയറക്ടർ ട്രാൻസ്ലേഷൻ സ്കീമ ഫോർ ഇൻഫിക്സ് ട്രാൻസ്ലേഷൻ ആണ്. ഓക്കെ, സിൻടാക്സ് ഡയറക്ടർ ട്രാൻസ്ലേഷൻ സ്കീമ ഫോർ ഇൻഫിക്സ് ടു പോസ്റ്റ്ഫിക്സ് ട്രാൻസ്ലേഷൻ, അതായത് SDT ഫോർ ഇൻഫിക്സ് ടു പോസ്റ്റ്ഫിക്സ് ട്രാൻസ്ലേഷൻ. ഇത് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്താണ് ട്രാൻസ്ലേഷൻ സ്കീമ? അപ്പം ട്രാൻസ്ലേഷൻ സ്കീമ എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ നമ്മൾ സിൻടാക്സ് ഡയറക്ടർ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ സിൻടാക്സ് ഡയറക്ടർ ഡെഫിനിഷൻ്റെ അകത്ത് അവിടെ എന്താണ്, അവിടെ ഒന്നും പറയുന്നില്ല. എപ്പോഴാണ് ഇവാലുവേഷൻ ടൈം, ആ ഒരു പർട്ടിക്കുലർ സെമാൻറ്റിക് റൂള് നമ്മൾ എഴുതി കഴിഞ്ഞാൽ അതെവിടെ വെച്ചാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് എന്നൊന്നും പറയുന്നില്ല. അതായത് കണ്ടോ, ഇൻ സിൻടാക്സ് ഡയറക്ടർ ട്രാൻസ്ലേഷൻ വി ഡു നോട്ട് സേ എനിത്തിങ് അബൌട്ട് ഇവാലുവേഷൻ ടൈം ഓഫ് സെമാൻറ്റിക് റൂൾ. അപ്പോൾ സിൻടാക്സ് ഡയറക്ടർ ഡെഫിനിഷൻ്റെ അകത്ത് നമ്മൾ ഓൾറെഡി സെമാൻറ്റിക് റൂള് പറയുന്നുണ്ട്. പക്ഷെ അത് എവിടെയാണ് അത് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്, ഏത് ടൈമിലാണെന്നൊന്നും പറയുന്നില്ല. അപ്പം ട്രാൻസ്ലേഷൻ സ്കീമയ്ക്കകത്ത് പറയുന്നുണ്ട് ഓർഡർ, ഏത് ഓർഡറിൽ ഇവാലുവേറ്റ് ചെയ്യണം, ടൈം, അത് ഓർഡറും ടൈമും പറയുന്നുണ്ട്. അപ്പോൾ ട്രാൻസ്ലേഷൻ സ്കീമ ഡിസ്ക്രൈബ് ദ ഓർഡർ ആൻഡ് ടൈമിംഗ് ഓഫ് ആട്രിബ്യൂട്ട് കമ്പ്യൂട്ടേഷൻ. ഓർഡറും അതിൻ്റെ ടൈമിങ്ങും, എവിടെയാണ് ആട്രിബ്യൂട്ടിൻ്റെ ഓർഡർ ഏതാണ്, ടൈമിംഗ് ഏതാണ്, ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പം രണ്ട് രീതിയിലാണ് സിൻടാക്സ് ഡയറക്ടർ ട്രാൻസ്ലേഷൻ ചെയ്യാമെന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചല്ലേ. അപ്പം അത് രണ്ട് രീതിയിലാണെന്ന് പറയും. സിൻടാക്സ് ഡയറക്ടർ ഡെഫിനിഷൻ ഉണ്ട്, സിൻടാക്സ് ഡയറക്ടർ ട്രാൻസ്ലേഷൻ സ്കീമും ഉണ്ട്. സിൻടാക്സ് ഡയറക്ടർ ഡെഫിനിഷൻ്റെ അകത്ത് നമുക്ക് ഓർഡർ ഒന്നും പറയുന്നില്ല, എവിടെയാണ്, എപ്പം ചെയ്യണം, അതിൻ്റെ വാല്യുവേഷൻ എന്നൊന്നും പറയുന്നില്ല. പക്ഷേ സിൻടാക്സ് ഡയറക്ടർ ട്രാൻസ്ലേഷൻ സ്കീമിൻ്റെ അകത്ത് അതെവിടെ വെച്ചാണ്, ഏത് ഓർഡറിലാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്, എപ്പോഴാണ് അത് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താണ് ഒരു സിൻടാക്സ് ഡയറക്ടർ ട്രാൻസ്ലേഷൻ സ്കീം? ട്രാൻസ്ലേഷൻ സ്കീം എന്ന് പറയുന്നത്, അത് ഓൾറെഡി നമ്മൾ പറഞ്ഞൊരു കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറാണ്. ആ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിൻ്റെ കൂടെ ആട്രിബ്യൂട്ട്സ് കാണും. ഓക്കെ, കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിൻ്റെ കൂടെ ആട്രിബ്യൂട്ട്സ് ഓൾറെഡി കാണും എന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ സെമാൻറ്റിക് ആക്ഷൻ കാണും. ആ സെമാൻറ്റിക് ആക്ഷൻ്റെ അകത്ത് നമ്മൾ അതൊരു ബ്രാക്കറ്റിൻ്റെ അകത്താണ് നമ്മൾ എഴുതുന്നത്, സെമാൻറ്റിക് ആക്ഷൻ. അപ്പോൾ ഈ സെമാൻറ്റിക് നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ചപ്പം പറഞ്ഞായിരുന്നു, സിൻടാക്സ് ഡയറക്ടർ ട്രാൻസ്ലേഷൻ സ്കീമിൻ്റെ അകത്ത് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിൻ്റെ കൂടെ പ്രോഗ്രാമിൻ്റെ ഫ്രാഗ്മെൻറ്റ്സ് ആണ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞായിരുന്നു. ഈ ഫ്രാഗ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പറയുന്നത് സെമാൻറ്റിക് ആക്ഷൻ തന്നെയാണ്. എപ്പോഴാണ് അത് ചെയ്യേണ്ടത്, അത് കോഡ്, ഒരു പ്രോഗ്രാമിൻ്റെ ഒരു പാർട്ടാണ്. അത് ഈ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിൻ്റെ കൂടെ തന്നെ ബ്രാക്കറ്റിൻ്റെ അകത്ത് കാണും, കേർലി ബ്രേസിൻ്റെ അകത്ത് കാണും. അതെവിടാണ്? ഇൻസേർട്ടഡ് വിത്തിൻ ദ റൈറ്റ് സൈഡ് ഓഫ് ദ പ്രൊഡക്ഷൻ. പ്രോഗ്രാമിൻ്റെ റൈറ്റ് സൈഡിൽ അവിടെ കാണും. അപ്പം each semantic rule can only use the information computed by already executed semantic rule. അപ്പം ഓരോ സെമാൻറ്റിക് റൂൾ, ഈച്ച് സെമാൻറ്റിക് റൂൾ ക്യാൻ ഓൺലി യൂസ്ഡ് ഫോർ, ആ ഒരു സെമാൻറ്റിക് റൂള് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓൾറെഡി എവിടെയാണോ നമ്മൾ ചെയ്തിരിക്കുന്നത്, ഇൻഫർമേഷൻ, അതായത് സെമാൻറ്റിക് റൂൾ ക്യാൻ ഓൺലി യൂസ്ഡ് ദ ഇൻഫർമേഷൻ കമ്പ്യൂട്ട് ബൈ ഓൾറെഡി എക്സിക്യൂട്ടഡ് സെമാൻറ്റിക് റൂൾ. ഓൾറെഡി എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന സെമാൻറ്റിക് റൂളിൻ്റെ ഇൻഫർമേഷനാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഇപ്പം ഇവിടെ ആക്ഷൻസ് ഇതുണ്ട്. ഇതിപ്പം ഇവിടെ എ ഇംപ്ലൈസ്,
ഈ ഒരു ബ്രാക്കറ്റിൻ്റെ അകത്തുള്ളതാണ് സെമാൻറ്റിക് ആക്ഷൻസ് അല്ലെങ്കിൽ സെമാൻറ്റിക് റൂൾ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് ചെയ്യേണ്ടത് അത് റൈറ്റ് സൈഡിൽ, ഇപ്പം ഇംപ്ലേസ് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിലായിരിക്കും ഇത് കാണുന്നത്. ഓക്കെ, റൈറ്റ് സൈഡ് ഓഫ് ദ പ്രൊഡക്ഷൻ്റെ അകത്തായിരിക്കും കാണുക. അപ്പോൾ ഇവിടെയാണ് ഈ ഒരു ബ്രാക്കറ്റിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നതൊക്കെയാണ് സെമാൻറ്റിക് ആക്ഷൻസ്. അപ്പം ഓരോ ഗ്രാമറിന് കറസ്പോണ്ടിങ് ആയിട്ട് ആക്ഷൻ ഉള്ളിടത്ത് മാത്രം എന്താണ് ചെയ്യേണ്ടതെന്ന് അവിടെ പറയും. ഇത് പറയുന്നത് സിൻടാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻ സ്കീമ ഫോർ ഇൻഫിക്സ് ടു പോസ്റ്റ് ഫിക്സ് ആണ്. ഓക്കെ, ഇൻഫിക്സ് ടു പോസ്റ്റ് ഫിക്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളതാണ് പറയുന്നത്. അപ്പം അതിൻ്റെ സിൻടാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻ സ്കീമയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതുണ്ട്, ഇവിടെ പറഞ്ഞേക്കുന്നത് പ്രൊഡക്ഷനും സെമാൻറ്റിക് ആക്ഷനുമാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ ഇതാണ് പറഞ്ഞേക്കുന്നത്, ഇത് പ്രൊഡക്ഷൻ ആണ് ഇവിടെ എഴുതിയേക്കുന്നത്. പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇത് ഡെസ്ക് കാൽക്കുലേറ്ററിൻ്റെ പ്രൊഡക്ഷൻ ആണ് എഴുതിയേക്കുന്നത്. അപ്പോൾ ഡെസ്ക് കാൽക്കുലേറ്ററിൻ്റെ പ്രൊഡക്ഷൻ. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഈ ഇംപ്ലൈസ് ഇ പ്ലസ് ടി ഓർ ടി, ടി ഇംപ്ലൈസ് ടി സ്റ്റാർ എഫ് ഓർ എഫ്, എഫ് ഇംപ്ലൈസ് ഇ ഓർ ഐ ഡി ആണ് നമ്മുടെ ഐഡിയാണ് നമ്മുടെ ഡെസ്ക് കാൽക്കുലേറ്റർ. ഓർ ഐ ഡിക്ക് പകരം ഡിജിറ്റ് എന്ന് കൊടുക്കാം. ഇത് ഡെസ്ക് കാൽക്കുലേറ്റർ ആണ്. അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞേക്കുന്നത് എൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് സ്റ്റാർട്ട് കൊടുക്കാനായിട്ട് എൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. എൽ ഇംപ്ലൈസ് ഇ എൻ. അത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ഓരോ പ്രൊഡക്ഷൻ എഴുതിയേക്കുവാണ്. ഈ ഇംപ്ലൈസ് ഇ പ്ലസ് ടി കണ്ടോ, ഓർ ഇട്ടേക്കുന്നതിന് പകരം ഓരോന്നും എടുത്ത് എഴുതിയേക്കുക. ഇ ഇംപ്ലൈസ് ടി, ടി ഇംപ്ലൈസ് ടി സ്റ്റാർ എഫ്, എഫ് ഇംപ്ലൈ ടി ഇംപ്ലൈസ് എഫ്, എഫ് ഇംപ്ലൈസ് ബ്രാക്കറ്റ് ടി, എഫ് ഇംപ്ലൈസ് ഡിജിറ്റ്. ഇവിടെ സെമാൻറ്റിക് ആക്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ നടക്കുമ്പോൾ എന്ത് ആക്ഷൻ ഇവിടെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ് പറയേണ്ടത്. അപ്പം ഇവിടെ ഇതാണ് ഈ ഇംപ്ലൈസ് ഇ പ്ലസ് ടി ആണെങ്കിൽ അവിടെ നടക്കുന്ന സെമാൻറ്റിക് ആക്ഷൻ എന്ന് പറയുന്നത് പ്രിന്റ് പ്ലസ്, ഈ പ്ലസ് പ്രിന്റ് ചെയ്യണം. സ്റ്റാർ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രിന്റ് സ്റ്റാർ. ബട്ട് ഇവിടെ നമുക്ക് എന്താണ് സെമാൻറ്റിക് ആക്ഷൻ പ്രിന്റ് സ്റ്റാർ ആണ്. ഡിജിറ്റ് ആണെങ്കിൽ പ്രിന്റ് ഡിജിറ്റ് ഡോട്ട് ലെക്സിക്കൻ അനാലിസിസിൻ്റെ അകത്ത് കിട്ടുന്ന വാല്യൂ ആണ് ഇവിടെ പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഓർത്ത് വെക്കാൻ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതുണ്ട്, ഇവിടെ സിമ്പിൾ ഉള്ളതിനാണ് ആക്ഷൻ ഇവിടെ കൊടുത്തേക്കുന്നത് ഈ ഒരു പർട്ടിക്കുലർ കേസിൽ. അപ്പോൾ പ്ലസിനാണെങ്കിൽ പ്രിന്റ് പ്ലസ്, സ്റ്റാർ ആണെങ്കിൽ പ്രിന്റ് സ്റ്റാർ. അതായത് നോൺ ടെർമിനൽസ് വരുന്നിടത്താണ് നമ്മളിവിടെ എല്ലാം എഴുതി വെച്ചേക്കുന്നത് ആക്ഷൻസ്. അപ്പം ടെർമിനൽ വരുമ്പോൾ പ്രിന്റ് പ്ലസ്, പ്രിന്റ് സ്റ്റാർ, പ്രിന്റ് ഡിജിറ്റ് ഡോട്ട് ലെക്സ് വാല്. ഇതാണ് SDT4 സിൻടാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻ ഫോർ ഇൻഫിക്സ് ടു പോസ്റ്റ് ഫിക്സ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇഗ്നോർ ദ ആക്ഷൻ ആൻഡ് പ്രൊഡ്യൂസ് എ പാസ് ട്രീ. ഓക്കെ, ഇഗ്നോർ ചെയ്യുക. എന്താ, പ്രൊഡക്ഷനെ നമ്മൾ ആക്ഷനെ നമ്മൾ ഇഗ്നോർ ചെയ്യുക. ആക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യാതെ പ്രൊഡക്ഷൻ മാത്രം വെച്ചിട്ട് നമ്മൾ പാസ് ട്രീയെ കൺസ്ട്രക്ട് ചെയ്യാം. അപ്പം നമുക്ക് ഞാൻ എടുത്തേക്കുന്ന എക്സാമ്പിൾ ഇതാണ്. 3 + 2 × 5 ആണ് എടുത്തേക്കുന്ന പ്രൊഡക്ഷൻ. അപ്പം ആദ്യം സ്റ്റാർട്ടിങ് സിമ്പിളിൽ നിന്ന് തുടങ്ങി, എല്ലിൽ നിന്ന് തുടങ്ങി. കണ്ടോ, എല്ലിൻ്റെ പ്രൊഡക്ഷൻ ഏതാണ്, EN. അതാണ് എഴുതിയിരിക്കുന്നത്, ഇയും എന്നും. നെക്സ്റ്റ് നമ്മൾ എടുക്കേണ്ടത് നോക്കിയേ, ഇയുടെ പ്രൊഡക്ഷനാണ്. ഇയുടെ പ്രൊഡക്ഷൻ ഏതൊക്കെയാണെന്ന് നോക്കുക. ഇക്ക് 2 പ്രൊഡക്ഷനാണുള്ളത്. ഇ ഇംപ്ലൈസ് ഇ പ്ലസ് ടീമുണ്ട്, ഇ ഇംപ്ലൈസ് ടീമുണ്ട്. അപ്പോൾ പ്ലസ് ആണ് നമുക്ക് അടുത്ത് എടുക്കേണ്ടത്. അപ്പം ഏത് പ്രൊഡക്ഷൻ എടുക്കണം, ഇ ഇംപ്ലൈസ് ഇ പ്ലസ് ടി എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്ഷൻ എടുക്കാം. ഇനിയും ഇ പ്ലസ് ടിക്കകത്തുനിന്ന് നമുക്ക് എടുക്കേണ്ടത് അടുത്തത് ഇയെ എന്താക്കി മാറ്റണം എന്ന് നോക്കണം. അപ്പം ഇവിടെ 2 എണ്ണം ഉണ്ട്, ഇ പ്ലസ് ടീമുണ്ട്, ഓൾറെഡി നമുക്ക് പ്ലസ് വന്നു എടുത്തു. അപ്പം അതുകൊണ്ട് പ്ലസ് വേണ്ട, ഏത് മതി, ടി എടുക്കുക, ടിയുടെ പ്രൊഡക്ഷൻ എടുക്കുക. നെക്സ്റ്റ് ടിയെ എന്താക്കി കൺവേർട്ട് ചെയ്യണം, എഫ് ആക്കി കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പം എന്തുകൊണ്ടാ, ഈ ഇൻറ്റു ആണ് ആദ്യം വരുന്നതെന്നുണ്ടെങ്കിൽ ടി സ്റ്റാർ എഫ് ആയിരുന്നു വരേണ്ടത്. പക്ഷെ ഇൻറ്റു അല്ല, പ്ലസ് ആണ് വരുന്നത്. അപ്പം അതെന്താക്കുക, ടീനെ എഫ് ആക്കി കൺവേർട്ട് ചെയ്യുക. 2 പ്രൊഡക്ഷൻ ഉണ്ട്, അതിൻ്റെ അകത്തുനിന്ന് ടി ഇംപ്ലൈസ് എഫ് എന്നുള്ളത് എടുത്തു. എഫിനെ എന്താക്കി മാറ്റുക, ഡിജിറ്റ് ആക്കി മാറ്റുക. നെക്സ്റ്റ് നമുക്കിവിടെ ടി ആയിരുന്നു ഉണ്ടായിരുന്നത്, ഈ ടി ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മുടെ എക്സാമ്പിളിൻ്റെ അകത്ത് വേണ്ടത് ടി × 5 ആണ്.
അപ്പം എന്താക്കി കൺവേർട്ട് ചെയ്യണം? ടി ഇൻറ്റു എഫ് ആക്കി കൺവേർട്ട് ചെയ്യുക. ടിയുടെ 2 പ്രൊഡക്ഷൻ ഉണ്ട്, അതിനകത്തുനിന്ന് ഇൻറ്റു സിമ്പിൾ ഉള്ളത് ടി ഇൻറ്റു എഫ് ആണ്. അപ്പം ടി ഇൻറ്റു എഫ് എടുത്തു. അടുത്ത എന്തായിരിക്കും വേണ്ടത്? ടിയെ നമ്മളാക്കി എന്താക്കി മാറ്റണം? എഫ് ആക്കി. ടിയെ എഫ് ആക്കി മാറ്റി, എഫിനെ എന്താക്കി? ഡിജിറ്റ് ആക്കി. നെക്സ്റ്റ് നമ്മൾ എന്താക്കി? എഫിനെ നമ്മൾ ഐ ഡി ആക്കി കൺവേർട്ട് ചെയ്തു. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ചെയ്തത് എന്താണ്? ഇഗ്നോർ ചെയ്യുക അല്ലേ? ആക്ഷൻസ് ഇല്ലാതെ ഒരു പ്രൊഡക്ഷൻ യൂസ് ചെയ്തിട്ട് പാസ് ട്രീ, നമുക്ക് തന്നിരിക്കുന്ന ഇൻപുട്ടിനെ കറസ്പോണ്ടിങ് ആയിട്ട് പാസ് ട്രീ നമ്മൾ വരച്ചു. അപ്പം ഇത് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സിൻടാക്സ് ഡയറക്ടർ ട്രാൻസ്ലേഷൻ സ്കീമാണ്. ഓക്കെ, അപ്പം അതിനുവേണ്ടി ആദ്യം എന്ത് ചെയ്തു? നമ്മൾ പാസ് ട്രീയെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന പാസ് ട്രീയെ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ട് ഇനിയും നെക്സ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞേക്കുന്നത് എക്സാമിൻ ഈച്ച് ഇൻറ്റീരിയർ നോഡ്, ഉള്ളിലുള്ള നോഡ്. ഇന്റീരിയർ നോഡ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും? ഇത് അതായത് ഉള്ളിലുള്ള നോഡുകളാണ് ഇന്റീരിയർ നോഡ്സ് എന്ന് പറയുന്നത്. ആ ഇന്റീരിയർ നോഡ്സിൻ്റെ അകത്ത് ആക്ഷൻസ് ഉണ്ടെങ്കിൽ കണ്ടോ, ആഡ് ആക്ഷൻസ് ആസ് ന്യൂ ചൈൽഡ് അറ്റ് കറക്റ്റ് പൊസിഷൻ. ആക്ഷൻസ് ഉണ്ടെങ്കിൽ അതിനെ ആഡ് ചെയ്യാം. ഓക്കെ, ആ കറക്റ്റ് പൊസിഷൻസിൽ ആക്ഷൻസ് ഉണ്ടെങ്കിൽ അതിനെ ആഡ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഇന്റീരിയർ നോഡ്സിൻ്റെ അകത്ത് ആക്ഷൻസ് ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റായിട്ട് ആഡ് ചെയ്യാം. നെക്സ്റ്റ് അതാണ് നമ്മൾ പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ ചെയ്തിട്ട് ആക്ഷൻസ് എവിടെ ഉണ്ടോ അവിടെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞ ആക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പം നമ്മൾ പോസ്റ്റ് ഓർഡർ ആണ്. അപ്പം നമ്മൾ എങ്ങനെയാണ് പോസ്റ്റ് ഓർഡറിൽ കണ്ടുപിടിക്കുന്നത്? ഇതിനെ നമ്മൾ ഇങ്ങനെ വരയ്ക്കുക അല്ലേ പോസ്റ്റ് ഓർഡറിൻ്റെ അകത്ത്. അപ്പം പോസ്റ്റ് ഓർഡറിൻ്റെ അകത്ത് ആദ്യം ഏതാണോ വരുന്നത് അതാണ് പെർഫോം ചെയ്യേണ്ടത്. അപ്പം ഇങ്ങനെ വരച്ച് വരുമ്പം നമുക്ക് ആദ്യം വരുന്നത് പ്രിൻ്റ് ആണ് അല്ലേ? പ്രിൻ്റ് ഏതാ പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്? പ്രിൻ്റ് 3. അപ്പം 3 എന്ന് പറയുന്നതാണ് ആദ്യം നമുക്ക് പ്രിൻ്റ് ചെയ്യും. ഇനി നെക്സ്റ്റ് എങ്ങനെ വരയ്ക്കണ്ടേ? ഇവിടുന്ന് ഇങ്ങനെ വരയ്ക്കുക, ഇതിങ്ങനെ വരയ്ക്കും. ഓക്കെ, ഇതുവഴി ഇങ്ങനെ വരയ്ക്കും. അടുത്ത ആക്ഷൻ വരുമ്പോഴത്തേനാണ് നമുക്ക് അടുത്തത് പെർഫോം ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ വന്നു, അടുത്ത ആക്ഷൻ ദേ ഇവിടെ വന്നു. ഏതാ പറഞ്ഞേക്കുന്നത്? പ്രിൻ്റ് 2. അപ്പം 2 എന്ത് ചെയ്യും? പ്രിൻ്റ് ചെയ്യും. അത് പിന്നെ നെക്സ്റ്റ് ഇനി ഇത് വരച്ചു, ഇങ്ങനെ വന്നു, ഇതിവിടെ വന്നു. ആക്ഷൻ ഇവിടെ എന്താണോ സെമാൻറ്റിക് ആക്ഷൻ വരുന്നിടത്ത് മാത്രം നമ്മൾ അത് ആ ആക്ഷൻ പെർഫോം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സ് ചെയ്യുമ്പോൾ. ഇങ്ങനെയാണ് ഈ കാണിച്ചിരിക്കുന്ന ലൈൻ വഴിയാണ് പോസ്റ്റ് ഓർഡർ ആണെങ്കിൽ ചെയ്യേണ്ടത്. ഫസ്റ്റിൽ ഏതാണ് ഈ വരയ്ക്കുന്ന ഓർഡറിൽ എഴുതുക, അതാണ് പോസ്റ്റ് ഓർഡർ. അപ്പം ഇവിടെ നോക്കുമ്പോൾ നെക്സ്റ്റ് ഏതാണ്? 5 എഴുതി. ഓക്കെ, ആക്ഷൻ അവിടെ നടന്നു, ഇവിടുന്ന് വന്നു, ഇങ്ങനെ വന്നു. നെക്സ്റ്റ് വരുന്നത് പ്രിൻ്റ് സ്റ്റാർ ആണ് അല്ലേ? അപ്പം സ്റ്റാറിനെ പ്രിൻ്റ് ചെയ്തു. നെക്സ്റ്റ് ഇത് വന്നു, ഇങ്ങനെ വരും. ഓക്കെ, അപ്പം നെക്സ്റ്റ് എന്താണ്? പ്രിൻ്റ് പ്ലസ് പ്രിൻ്റ് ചെയ്തു. ഇതിങ്ങനെ വന്നു, ഇങ്ങനെ. അപ്പം നമ്മുടെ പോസ്റ്റ് ഓർഡർ എന്ന് പറയുന്ന ഈ ഇൻഫിക്സ് ആയിരുന്നു. ഇതിനെ പോസ്റ്റ് ഫിക്സിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 2 5 ഇൻറ്റു പ്ലസ് എന്ന് കിട്ടും. അപ്പം ഇങ്ങനെയാണ് നമുക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഇപ്പം നിങ്ങളോട് ചോദിക്കുവാണ് പ്രീ ഓർഡർ ആണെങ്കിൽ എങ്ങനെയാണ് ഇൻഫിക്സിനെ പ്രീ ഫിക്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്? പോസ്റ്റ് അല്ല, പ്രീ ഫിക്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അന്നപ്പം നമുക്ക് എഴുതേണ്ടത് ഇത് ഫ്രണ്ടിൽ എഴുതണം. പ്രിൻ്റ് എന്ന് പറയുന്നത് ആദ്യം ഈ സൈഡിലോട്ട് പ്രിൻ്റ് എന്ന് പറഞ്ഞ് എഴുതണം. എന്നിട്ട് പോസ്റ്റ് ഓർഡറിൽ വേണം നമ്മൾ എഴുതാനായിട്ട്. അതായത് ഇങ്ങനെ എഴുതുമ്പം ഈ ഇംപ്ലൈസ് ബ്രാക്കറ്റിൻ്റെ അകത്ത് പ്രിൻ്റ് നമ്മൾ കൊടുക്കുക, പ്ലസ് എന്ന് കൊടുക്കുക, ഇത് ക്ലോസ് ചെയ്യുക, എന്നിട്ട് E+T. അപ്പം അതായത് ഇത് പ്രീ ആദ്യം കാണുമ്പോഴേ പ്ലസ് പ്രിൻ്റ് ചെയ്യണമെന്നാണ്. അതുപോലെ തന്നെയാണ് ഈ ഇൻറ്റുവിൻ്റെ കേസിലും. അവിടെ രണ്ടിടത്തെ വ്യത്യാസം വരത്തുള്ളൂ. ടിയുടെ പ്രൊഡക്ഷൻ്റെ അവിടെ എഴുതുമ്പോൾ പ്രിൻ്റ് ഇൻറ്റു എന്ന് വരും. ഓക്കെ, പിന്നെ T*F എന്നായിരിക്കും കൊടുക്കുക. ബാക്കിയെല്ലാം ഇതുപോലെ ഇരിക്കും. ട്രാവേഴ്സ് ചെയ്യുമ്പോൾ പ്രീ ഓർഡർ ട്രാവേഴ്സ് ചെയ്യണം എന്ന് പറയാം.
പ്രീ ഓർഡറിൽ. ഓക്കെ, ഇത് പോസ്റ്റ് ഓർഡർ ആണ്. പോസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് കാണുന്ന ഏതാണോ അത് വേണം പ്രിന്റ് ചെയ്യാനായിട്ട്. ഓക്കെ, പോസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞെങ്കിൽ ലാസ്റ്റ് ഏതാണോ കാണുന്നത് അത് പ്രിന്റ് ചെയ്യണം. ഈ ഒരു കേസിൽ ആക്ഷൻ എവിടെയാണോ വരുന്നത് അതിനെ പ്രിന്റ് ചെയ്ത് പോവാണ് ചെയ്യുന്നത്. പോസ്റ്റ് ഇത് പിന്നീട് ഇത് വിസിറ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ആ വന്നിരിക്കുന്ന ഓർഡറിൽ തന്നെ ഇത് പ്രിന്റ് ചെയ്യുന്നത്. അപ്പം പ്രീ ഓർഡർ ആണെങ്കിൽ പ്രീ ഓർഡറിലാണ് ട്രാവേഴ്സ് ചെയ്യേണ്ടത്, പോസ്റ്റ് ഓർഡർ ആണെങ്കിൽ പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സ് ചെയ്യണം. അപ്പം ഇവിടെ നമ്മൾ സിൻടാക്സ് ഡയറക്ടർ ട്രാൻസ്ലേഷൻ സ്കീമിൻ്റെ അകത്ത് എഴുതുമ്പം ഈ രണ്ടിടത്ത് മാത്രം വ്യത്യാസം വരും, ഈ രണ്ട് പ്രൊഡക്ഷൻ. ബാക്കിയെല്ലാം സെയിം തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ഐക്കണിൽ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു വെരി മച്ച്.